ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയമുള്ളവരെ, ഈ മംഗളവാർത്ത കാലത്ത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഉണ്ണീശോയ്ക്ക് ജന്മം നൽകിയതിലൂടെ പരിശുദ്ധ അമ്മ ലോകം മുഴുവന്റെയും മാത്രമല്ല സ്വർഗത്തിന്റെയും രാജ്ഞിയായി മാറിയല്ലോ. ദൈവത്തിന്റെ മാതാവാകാൻ മറിയത്തെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? എളിമയുടെയും ലാളിത്യത്തിന്റെയും മൂർത്തിഭാവമായിരുന്നതുകൊണ്ടാണ് ദൈവം അവളെ തെരഞ്ഞെടുത്തത്. കറയോ കളങ്കമോ ഇല്ലാതെ നിർമ്മലയായിരുന്നു മാതാവ്. താഴ്മയുള്ളിടത്ത് പാപമോ പാപസാഹചര്യങ്ങളോ ഉണ്ടാവുകയില്ല. മാത്രമല്ല, എളിമയാണ് എല്ലാ സുഹൃതങ്ങളുടെയും രാജ്ഞി. മറ്റ് സുഹൃതങ്ങൾ നമ്മിൽ വന്ന് ഫലമണിയണമെങ്കിൽ നമുക്കും എളിമയുള്ളവരാകണം. പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയുള്ളവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ നന്ദി പറയാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ മാതാവ് എത്ര മനോഹരമായാണ് സ്തോത്രഗീതം ആലപിച്ചിട്ടുള്ളത്. അതെ, നന്ദിയുടെ സ്തോത്രഗീതം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഉണ്ണിയേശുവിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നമുക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയോടൊപ്പം നടക്കാം. എളിമയുള്ളവരാകാം, വിനയത്തിന്റെ മാതൃകകളാകാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. മേരി ക്രിസ്മസ്.